ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ മൊഡ്യൂളായ 5th മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ നമ്മൾ കൂടുതലും കാണാൻ പോകുന്നത് എന്തൊക്കെ ആപ്സ് ആണ് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിലാണ് നമ്മൾ ഇന്നുള്ളത്. ഇന്ന് നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് എങ്ങനെയാണ് ഷോപ്പിഫൈ സ്റ്റോറിലോട്ട് ലിങ്ക് ചെയ്യുന്നത് എന്നാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ അനലിറ്റിക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു സെയിൽസ് ഉണ്ടാവണമെങ്കിൽ എവിടെ നിന്നാണ് ആ സെയിൽസ് വന്നത് എന്നുള്ള കാര്യം അനലൈസ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും നമുക്ക് ഈ ഒരു ടൂളിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെ നിന്നാണ് വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് സ്പെൻഡ് കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും അനലൈസ് ചെയ്യാനും നമുക്ക് ഈ ഒരു ടൂള് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഗൂഗിൾ അനലിറ്റിക്സ് എങ്ങനെ നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിലോട്ട് ലിങ്ക് ചെയ്യും എന്ന് ഇന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഗൂഗിൾ അനലിറ്റിക്സ് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിലോട്ട് ലിങ്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് നമ്മുടെ സ്ക്രീനിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ടാബ് എടുക്കുക. ടാബ് എടുത്തിട്ട് നമ്മളിവിടെ analytics.google.com അടിക്കുക. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് ഗൂഗിൾ ഫ്രീ ആയിട്ട് നമുക്ക് തരണ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഓക്കെ, പറഞ്ഞ പോലെ പൈസ ഒന്നും കൊടുക്കണ്ട. എന്നിട്ട് നമ്മൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഗൂഗിൾ അനലിറ്റിക്സ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാർട്ട് മെഷറിങ് എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്യുക. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ് വരും. അപ്പം നമ്മൾ ഇവിടെ നമുക്ക് ഇപ്പം ഞാൻ കൊടുക്കുന്നത് എൻ്റെ സ്റ്റോറിൻ്റെ പേര് തന്നെയാണ്, മേരിഷൽ സ്റ്റോർ. ഓക്കെ, ഞാൻ അങ്ങനെ കൊടുത്തു. എന്നിട്ട് നമുക്ക് താഴത്തോട്ട് പോവാം. എന്നിട്ട് ഇവിടെ നമുക്ക് നമുക്ക് നെക്സ്റ്റ് വെക്കാം. അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നത് ക്രിയേറ്റ് എ പ്രോപ്പർട്ടി ആണ്. അവിടെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ തന്നെ പേര് ഒന്നുകൂടി കൊടുക്കാം, മേരിഷൽ സ്റ്റോർ. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് ടൈം സോൺ മാറ്റിയിട്ട് ഇന്ത്യ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ കറൻസി INR കൊടുക്കണ്ടേ, ഇന്ത്യൻ റുപ്പി. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സ്മോള് സെലക്ട് ചെയ്താൽ മതി. ഇൻഡസ്ട്രി നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വെറുതെ ബിസിനസ് ബിസിനസ് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചൂസ് യുവർ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഇതിൽ നമുക്ക് ഡ്രൈവ് സെയിൽസ്. ഓക്കെ, നമുക്കത് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് നിൽക്കാം. വൺസ് ക്രിയേറ്റ് നോക്കി കഴിയുമ്പോൾ ഈ പ്രൈവസി പോളിസീസൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഐ ആക്സെപ്റ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വെബ് എന്ന് കണ്ടില്ലേ, ഇവിടെ വെബ് എന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കണം. അപ്പം എൻ്റെ മേരിഷൽ.സ്റ്റോർ എന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ സ്ട്രീം ഏതാണ്, ഷോപ്പിഫൈ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ഷോപ്പിഫൈൻ്റെ ടാബിലോട്ട് പോകണം. അപ്പോൾ വൺസ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിൽസ് ചാനലിൽ ക്ലിക്ക് ചെയ്യാം. സെയിൽസ് ചാനൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഗൂഗിൾ ആൻഡ് യൂട്യൂബ് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ടാബ് ഓപ്പൺ ആവും. ഇവിടെ നമ്മൾ ഈ ഗൂഗിൾ ആൻഡ് യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തിരിച്ച് ഈ ഒരു ഷോപ്പിഫൈൻ്റെ ആ ഒരു ടാബിലോട്ട് നമ്മൾ കയറും. എന്നിട്ട് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഇച്ചിരി ടൈം എടുക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം സൂക്ഷിക്കുക, ഇത് നിങ്ങൾ പിൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ പോയി ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും.
ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഇവിടെ നമ്മൾ ഈ കണക്ട് ഗൂഗിൾ അക്കൗണ്ട് ഉള്ളത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജിമെയിൽ ഇവിടെ കാണിക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെലക്ട് ഓൾ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ വെക്കുക. വൺസ് അത് കണ്ടിന്യൂ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗൂഗിൾ ആപ്പ് ഗൂഗിൾ അക്കൗണ്ടായിട്ട് കണക്ട് ആവും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു ഇവിടെ ഒരു ഗൂഗിൾ മെർച്ചൻ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ കൺഫേം ദാറ്റ് യു ഹാവ് ആഡഡ് ദ കോൺടാക്ട് ഇൻഫർമേഷൻ അത് ക്ലിക്ക് ചെയ്യുക. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൺഫേം കാണും. കൺഫേം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഐ എഗ്രി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിവിടെ കണക്ട് എന്ന് കാണിക്കും. എന്തായാലും നമ്മുടെ ഗൂഗിൾ അനലിറ്റിക്സ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിഫൈ ആയിട്ട് ലിങ്ക് ആയിട്ടുണ്ട്, നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പോയിട്ട് ഇവിടെ നെക്സ്റ്റ്, ഓക്കെ, ബാക്ക് പോയിട്ട് ഇവിടെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ അഡ്മിനിൽ പോകണം. താഴത്തെ അല്ല, ഇവിടെ അഡ്മിൻ ഉണ്ട്. അഡ്മിനിൽ ക്ലിക്ക് ചെയ്യുക. വൺസ് അഡ്മിനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ സെറ്റപ്പ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ എല്ലാ സ്ട്രീംസും ഓട്ടോമാറ്റിക്കലി കണക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മളോട് പറയുന്നുണ്ട് നമ്മൾ എന്താണ് ഡാറ്റ കളക്ഷനൊക്കെ കസ്റ്റമൈസ് ചെയ്യണ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗൂഗിൾ ആഡ്സ് ഒക്കെ ലിങ്ക് ചെയ്യണ കാര്യം പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അതൊന്നും ഇപ്പോൾ ചെയ്യണില്ല. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഡാറ്റ സ്ട്രീമിൽ പോവാം. ഡാറ്റ സ്ട്രീമിൽ ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഷോപ്പിഫൈ കണക്റ്റ് ആയിക്കണ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. കണ്ടോ, നമ്മുടെ ഷോപ്പിഫൈൻ്റെ ഇതൊക്കെ ഇതിൽ കണക്റ്റ് ആയെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണിച്ചത് നോ ഡാറ്റ റിസീവ്ഡ് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിഫൈയിൽ ഡേറ്റാസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. വൺസ് നമ്മുടെ ഷോപ്പിഫൈ വെബ്സൈറ്റിലോട്ട് കസ്റ്റമേഴ്സും ഡേറ്റാസും വരാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഡേറ്റാസ് കയറാൻ തുടങ്ങും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിൽ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നമ്മുടെ ഇത് ചെയ്യണ സമയത്ത് ഇത് ഫുൾ കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്തിരിക്കണം. എന്തൊക്കെ വന്നാലും ഫുൾ കംപ്ലീറ്റഡ് ആയിരിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഗൂഗിൾ അനലിറ്റിക്സ് ഷോപ്പിഫൈയിലോട്ട് ലിങ്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെ ഒരു ഗൂഗിൾ അനലിറ്റിക്സ് നമ്മുടെ ഷോപ്പിഫൈ സ്റ്റോറിലോട്ട് ലിങ്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കാം, അവിടെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റിപ്ലൈ ചെയ്യാൻ ഇത്തിരി ലേറ്റ് ആവേണ്ടെന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലാണെങ്കിലും നമ്മൾ നോക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രൊഫഷണൽ രീതിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം, അതായത് നിങ്ങൾക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ടീം ഉണ്ട്. അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഇത് ഒരു പെയ്ഡ് സർവീസാണ്, അത് ഞാൻ നിങ്ങളോട് പറയണം. വേറൊന്നുമില്ല, അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് പിക്സൽ എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. അപ്പോൾ അതുവരെ, bye guys, and do subscribe my channel.